നമസ്കാരം. മാഞ്ഞുപോയ കഥകൾ, എന്നാൽ ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ലാത്ത കഥകൾ. ഫേഡഡ് സ്റ്റോറീസ്. ഗൗരി ലങ്കേഷ് പാട്രിക് കർണാടകയിൽ സംഘപരിവാറിനെതിരെ തുടർച്ചയായി വിമർശനം ഉയർത്തിക്കൊണ്ടിരുന്ന ശബ്ദം. 2017 സെപ്റ്റംബർ 5 ഗൗരിയെ സംബന്ധിച്ചിടത്തോളം അന്നും വളരെ തിരക്ക് നിറഞ്ഞ ദിവസമായിരുന്നു, നമ്മളെയൊക്കെ പോലെ തന്നെ. അന്ന് കൊടുക്കാനുള്ള ലേഖനങ്ങൾ, 1-2 പൊതുപരിപാടികൾ എല്ലാം കഴിഞ്ഞ് ക്ഷീണിതയായി ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലുള്ള വീട്ടിലേക്ക് ഗൗരി സാധാരണഗതിയിൽ വരുന്നത് പോലെ മടങ്ങി വരികയാണ്. ആ സമയം ഏതാണ്ട് രാത്രി 8 മണിയൊക്കെയായി. വീടിന്റെ പ്രധാന വാതിൽ തുറക്കാനായി ബാഗിൽ നിന്ന് താക്കോലെടുത്തു. താക്കോൽ പഴുതിലേക്ക് കടത്തി. ആ നിമിഷം പെട്ടെന്നൊരു വെടിയുച്ച മുഴങ്ങി. തൻ്റെ ജീവനെടുക്കാനായി 3 പേർ ആ ഇരുട്ടിൽ പതുങ്ങിയിരിപ്പുണ്ടെന്ന് ഗൗരി കരുതിയിട്ടുണ്ടാകാം. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ വിമർശകയ്ക്ക് വെടിയുണ്ടകളും ജയിലറയുമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. അവർ 3 പേരുണ്ടായിരുന്നു. ഒരാൾ വീടിനടുത്തായി ഒളിച്ചിരുന്നു. അയാളാണ് ഗൗരിയുടെ നെഞ്ചിൽ ആദ്യം നിറയൊഴിച്ചത്. മറ്റ് 2 പേർ ഓഫീസിൽ നിന്ന് ഗൗരിയെ പിന്തുടർന്നു വരികയായിരുന്നു. ആദ്യ വെടിയുണ്ട ഏറ്റ് ഗൗരി ലങ്കേഷ് പാട്രിക് നിലം പതിക്കുമ്പോൾ മരണം ഉറപ്പാക്കാനായി മറ്റ് 2 പേരും തുടരെ നിറയൊഴിച്ചു. തലയിലും കഴുത്തിലും നെഞ്ചിലുമായി 3 ബുള്ളറ്റുകൾ തുളഞ്ഞു കയറി. തുടർന്ന് അക്രമികൾ ഹെൽമറ്റ് ധരിച്ച് ഹോണ്ട ഡിയോയിൽ രക്ഷപ്പെട്ടു. ധൈര്യപൂർവ്വം വെളിച്ചത്തിൽ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു സ്ത്രീയെ ഇരുട്ടിന്റെ മറവിൽ കൊലപ്പെടുത്താനുള്ള ധൈര്യം മാത്രമേ ഈ വർഗീയ കോമരങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഗൗരി ലങ്കേഷിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പക്ഷേ മരണശേഷവും പക തീരാതെ ഗൗരിയെ ഒരു കൂട്ടർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. കമ്മി ഗൗരി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. നിങ്ങളുടെ പ്രവർത്തനം എപ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും, ആമേൻ എന്നായിരുന്നു ജാഗ്രതി ശുക്ല എന്ന മാധ്യമ പ്രവർത്തകയുടെ ട്വിറ്ററിലെ ആഘോഷം. ഒരു മെലിഞ്ഞ ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ശേഷവും ഫാസിസ്റ്റുകൾക്ക് ഗൗരിയോടുള്ള വെറി തീരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൊലപാതകികൾക്ക് ഗൗരിയുടെ മരണത്തിൽ പാളിച്ച സംഭവിച്ചു. ആ മരണം കൊണ്ട് ആ ശബ്ദവും ആ നിലപാടുകളും നിലയ്ക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. മരണശേഷം ഗൗരി കൂടുതൽ വായിക്കപ്പെട്ടു. ഫാസിസ്റ്റുകൾക്കെതിരെ, RSSനെതിരെ, വർഗീയവാദികൾക്കെതിരെ ശബ്ദിക്കാൻ കൂടുതൽ പേർക്ക് ഊർജം ലഭിച്ചു. പ്രിയ ഗൗരി ലങ്കേഷ് പാട്രിക്, ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം നിങ്ങളും നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ മരണവും ഇവിടെ മനുഷ്യർ സംസാരിച്ചുകൊണ്ടേയിരിക്കും.